ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ഈ കാലഘട്ടം ഒരു ആഘോഷവിമർപ്പിൻ്റെയും കെട്ടുകാഴ്ചകളുടെയും ഒരു കാലമാണ്. എല്ലാത്തിൻ്റെയും അർത്ഥം നാം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൊലിമയും അതിൻ്റെ പെരുമയും നാം കണ്ടെത്തുന്നത് മിക്കവാറും ബാഹ്യമായ ചില ചേഷ്ടകളിലാണ്. അത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങി നമ്മുടെ ഇടവകയിലും സമൂഹത്തിലും എല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപജയത്തിൻ്റെ ഒരു വഴിയാണത്. എല്ലാ കാര്യങ്ങളിലും ഒരു ബാഹ്യ പ്രകടനങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ രസിപ്പിക്കാനും ത്രസിപ്പിക്കുവാനുമുള്ള തരത്തിലേക്ക് നമ്മുടെ ആത്മീക ചര്യകൾ വരെ തരം താണു പോകുന്ന ഒരു ഗതികേടിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ചുറ്റുപാട് അതാണ്. ഏത് കാര്യത്തിനും കുറേ ഷോ ഓഫ് എന്ന് പറയുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു ലോകത്തിൽ ഷോ ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യർ മണ്ടന്മാരാണെന്നൊരു ചിന്തയും വളർന്നു വന്നിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും കുറേയധികം അഭിനയവും കുറേയധികം നാട്യങ്ങളും ഒക്കെ ഉള്ളവരാണ് മിടുക്കർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അല്ലാത്തവർക്കൊന്നും വേണ്ടത്ര സ്ഥാനവും മാനവും ലഭിക്കാതെ പോകുന്ന മണ്ടന്മാരുടെ ഗണത്തിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ സത്യാനന്തര ലോകം എന്നാണ് ഇപ്പോൾ ഈ ലോകത്തെ തന്നെ പറയുന്നത്. പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നാണ്. സത്യം ഒരു വശത്ത് നിൽക്കുന്നു, സത്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ജീവിതക്രമവും അതിനെ ഓശാന പാടുന്ന ഒരു സമൂഹവും. ആ രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിന് ഈ മാധ്യമങ്ങളും ഇന്നത്തെ ജീവിത രീതികളും പിന്തുണ നൽകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സത്യാനന്തര യുഗത്തിൽ, സത്യാനന്തര കാലത്തിൽ, ഞാൻ ആ പദത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം അതിന് ഒത്തിരി സമയം പോകും, അതുകൊണ്ട് അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരു തരം ജീവിതക്രമം ഇന്നത്തെ സമൂഹം ഇങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു പര്യാലോചന നടത്തേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മോട് എന്തു പറയുന്നു? ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റെതായ വിജയങ്ങളുണ്ടാവാം, അപജയങ്ങളുണ്ടാവാം, അതിൻ്റെതായ ചില ഔന്നത്യങ്ങളുണ്ടാവാം, ചില ജീർണതകളുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടത്തിലും ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന ചില ആദർശങ്ങളും മൂല്യങ്ങളുമുണ്ട്. അത് സനാതനമായ മൂല്യങ്ങളാണ്, അതിന് മാറ്റമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് പകർന്നു തന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആധാരമായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാന്റെ ലേഖനം, 3 ലേഖനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് വിശുദ്ധ പൗലൂസാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ 14 ലേഖനങ്ങളാണ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങളോ സുവിശേഷമോ എഴുതിയിട്ടുള്ളത് ആരാണ്? വിശുദ്ധ യോഹന്നാനാണ്. 5 എണ്ണം വിശുദ്ധ യോഹന്നാൻ്റെതായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷവും വെളിപാടും 2ആയി, പിന്നെ 3 ലേഖനങ്ങളും ഉൾപ്പെടെ 5 പുസ്തകങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ്റേതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. അതിൽ 1-ാം ലേഖനമാണ് ഇച്ചിരി വിസ്താരത്തിലുള്ളത്. 2ഉം 3ഉം ലേഖനങ്ങൾ ഓരോ അധ്യായമേ ഉള്ളൂ, ചെറിയ പുസ്തകമാണ്.
ഈ 1-ാം ലേഖനത്തിൽ വളരെ ശക്തമായ ചില സന്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി നല്ല ഉൾക്കാഴ്ച നൽകുന്ന വേദഭാഗമാണ് ഈ യോഹന്നാന്റെ 1-ാം ലേഖനം. അവിടെ വലിയ പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഉള്ളതുപോലെ പിടിമുറ്റാത്ത ദൈവശാസ്ത്ര ചിന്തകളൊന്നും ഇല്ല. വളരെ സിമ്പിളായിട്ട് ആർക്കും ലളിതമായി വായിച്ച് മനസ്സിലാക്കാവുന്ന, ഏതൊരു മനുഷ്യനും ഗ്രഹിക്കാവുന്നതും ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാവുന്നതുമായ സരളമായ ചില കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. എന്താ പറഞ്ഞത്? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നടക്കേണ്ടതാകും. ഓശാന ബൈബിളിൽ അത് കുറച്ചുകൂടെ ഒരു ഹൃദയസ്പൃക്കായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓശാന ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിളുണ്ട്. ഇത് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ്. ഓശാന ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ സഞ്ചരിച്ച അതേ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ സഞ്ചരിച്ച അതേ വഴികളിൽ കൂടെ സഞ്ചരിക്കാൻ കടപ്പെട്ടവരാണ്. ഏതാണ്ട് അർത്ഥമൊക്കെ അടുത്തടുത്ത് വരുന്നതാണ്. എന്നാൽ കുറെ കൂടെ നമുക്ക് വ്യക്തമാവുന്ന രീതിയിലാണ് ഈ ഓശാന ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ചിരിക്കുന്നത്. അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ വസിക്കുക. എപ്പോഴാണ് ദൈവം നമ്മിൽ വസിക്കാൻ തുടങ്ങിയത്? എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിടങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവി എന്ന് പറഞ്ഞോൾ പാടുന്നുണ്ട്. എന്നാണ് ഈ വാസം ആരംഭിച്ചത്? യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം, ദൈവാത്മാവ് നമ്മിൽ വസിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? എപ്പോഴാ? ദൈവാത്മാവ് ഉണ്ടോ നമ്മില്? ദൈവാത്മാവ് നമ്മിലുണ്ടോ? ഉണ്ടോ? ദൈവാത്മാവ് നമ്മിലുണ്ട്. ദൈവം നമ്മിൽ വസിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തു ശരീരത്തോട് ചേർക്കപ്പെട്ടവരാണ് നാം. എന്ന് മാത്രമല്ല, മാമോദീസ ഏറ്റ ദിനം മുതൽ ഇന്ന് വരെ ആ ശരീരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം. ക്രിസ്തു ശരീരത്തോട് ഒട്ടിക്കപ്പെട്ടവരാണ്, ചേർക്കപ്പെട്ടവരാണ് നാം. വിശുദ്ധ മാമോദീസായിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവർ. ദൈവം നമ്മിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസം വരെ നാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംശികളായി കഴിയുകയാണ്. അതുകൊണ്ട് ദൈവം നിശ്ചയമായി നമ്മിൽ വസിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെ ദൈവം നമ്മിൽ വാസം ആരംഭിച്ചപ്പോൾ ആ വാസം ഓരോ ദിവസവും ശക്തിപ്പെട്ട് വരുന്നു. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദൈവം നമ്മിൽ വസിക്കുന്നു. ദിസ് ഈസ് ആൻ ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്. യേശു ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവമാണിത്. അതുകൊണ്ട് നാം ഇവിടെ നിന്ന് കഴിഞ്ഞു പോയാലും കൊഴിഞ്ഞു പോയാലും ഈ ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് അവസാനിക്കുന്നില്ല. ഈ ശരീരത്തോടുള്ള നമ്മുടെ ബന്ധം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ കല്ലറയ്ക്ക് പോയത് പാടുന്ന എന്താണ്? എൻ്റെ ശരീരം ഭക്ഷിച്ച് എൻ രക്തം പാനം ചെയ്യുവാൻ ബാക്കി എന്തോ എൻ്റെ ശരീരം ഭക്ഷിച്ച് എൻ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാൻ വിടാം അല്ലേ? മിക്കവാറും പള്ളികളിൽ ഞാൻ കേൾക്കുന്ന അങ്ങനെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിന് എല്ലാവരെയും ഞാൻ പാതാളത്തിൽ വിട്ടേക്കാം എന്നാണ് പാടുന്നത്. വിടാമെന്നാ പാടുന്നത്. പിന്നെ എന്തുവാ വിടാ എന്നാ ഇല്ലേ? പണ്ടത്തെ മലയാളമാണ് വിടാ, കൊട, എടാ എന്നൊക്കെ ഉള്ളത്. അപ്പം അത് വിടുകയില്ല എന്നാ പാടേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ മലയാളം പോലും അറിയാൻ മേലാൻ തുറക്കി എടാ, കൊട ഒന്നും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് എല്ലാവരും ചൊല്ലുന്നത് വിടാമെന്നാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ ഞാൻ പാതാളത്തിൽ കൈവിടുകയില്ല എന്നാണ് പാടുന്നത്.
അപ്പം മരണത്തിനപ്പുറത്തേക്കും തളിർത്ത് നിൽക്കുന്ന ഒരു ബന്ധമാണ് യേശുക്രിസ്തുവും നമ്മളും തമ്മിലുള്ളത്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. അപ്പൊ ഈ മാമോദീസായിലൂടെ നാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ സംബന്ധികളായി മാറുന്നു. കർത്താവിൻ്റെ ശരീരത്തോട് നാം ചേർത്ത് ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിത്യതയിൽ വരെ ആ ബന്ധം തുടരുന്നതാണ്. അപ്പോൾ ഈ മാമോദീസായിലൂടെ നാം കർത്താവിനോട് ചേരുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? മാമോദീസ ഏറ്റ മനുഷ്യർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? ഏക്കാത്തവരും ഏറ്റവരും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസമാണ്? മാമോദീസ ഏറ്റവരും ഏക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ടോ? പ്രകടമായിട്ട് എന്ത് വ്യത്യാസമാണ് കാണുന്നത്? വല്ലതും കാണാനുണ്ടോ? ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന വാക്യമാണ് ഞാനിത് പറഞ്ഞത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. ഇതാണ് വ്യത്യാസം. ദൈവം നമ്മിൽ വസിക്കാൻ ആരംഭിക്കുമ്പോൾ, ദൈവം നമ്മിൽ കുടിയിരിക്കാൻ ആരംഭിക്കുമ്പോൾ അവനിലാണ് നാം വളരേണ്ടത്. അവനാണ് നമ്മുടെ ഉള്ളിൽ വളരേണ്ടത്. നമ്മുടെ ആന്തരിക മനുഷ്യൻ അത് യേശുക്രിസ്തുവിൽ വളർന്നു വളർന്നു വരണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മാമോദീസ ഏറ്റുകഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ വ്യത്യസ്തനാണ്. അവൻ വ്യത്യസ്തനാണ്. ഇന്ന് മാമോദീസ ഏറ്റ മനുഷ്യർക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ മനുഷ്യരെക്കാൾ അധപ്പതിച്ച് ജീവിക്കുന്ന ഒരു ഗുണവും ഇല്ലാത്ത ഈ സമൂഹത്തിനും ഈ നമ്മുടെ സഭയ്ക്കും അതുപോലെ തന്നെ ലോകത്തിനും യാതൊരു തരത്തിലും പ്രയോജനമില്ലാതെ വാടിയിൽ ആമൂലാഗ്രം പൂത്തു നിൽക്കുന്ന കുറച്ച് പാഴ്മരങ്ങളാണ് കുറെ മനുഷ്യർ. എല്ലാവരും ഒന്നും ആയിരിക്കില്ല കേട്ടോ, കുറച്ചുപേരുടെ കാര്യം ഞാൻ പറയുന്നത്. അവൻ നടന്നതുപോലെ നടക്കാനാണ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ടാണ് മാമോദീസ ഏൽക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ട്. എന്താണ്? ഈ ലോകത്തിന്റെ വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. അതിനാ മാമോദീസ ഏൽക്കുന്നത്. എന്തിനാണ്? ഈ ലോകത്തിന്റെ വ്യർത്ഥത, ദ വാനിറ്റി ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങൾ തുറക്കാൻ വേണ്ടിയാണ് മാമോദീസ കൊടുക്കുന്നത്. നമ്മുടെ പ്രത്യാശ, നമ്മുടെ ഉൾക്കാഴ്ച അതൊക്കെ ഈ ലോകത്തിനുള്ളിൽ ഒതുങ്ങുന്നതാവരുത്. ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന്, അതിൽ നിന്ന് എന്തൊക്കെ പിൻപറ്റാമെന്നോ പിടിച്ച് എടുക്കാമെന്നോ ചിന്തിക്കുന്നതല്ല ജീവിതം. അതുകൊണ്ടാണ് മാമോദീസയിൽ പ്രത്യേകം പറയുന്നത്, ഈ വ്യർത്ഥ ലോകത്തിന്റെ വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചു കിടക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പറയുന്നത് എന്താ? ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ദാസനയിൽ കനിവ് തോന്നണമെന്നാണ്. ഈ ലോകത്തെ പറ്റി പറയുന്നത് എന്താണ്? ഇത് വ്യർത്ഥമാണ്, ഇത് വ്യർത്ഥമാണ്. എന്നാൽ ഇപ്പൊ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സാധനം ഏതാണ്? ഈ ലോകമാണ്. ലോകത്തിൽ നിന്ന് മുഖം തിരിച്ചവനാണ് ക്രിസ്ത്യാനി. ലോകത്തോട് പല കാര്യങ്ങളോടും കലഹിക്കുന്നവനാണ് ക്രിസ്ത്യാനി. പല കാര്യങ്ങളിൽ ലോകത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെയുള്ളവൻ എന്തു ചെയ്യും? കർത്താവ് നടന്നതുപോലെ നടക്കും. നമുക്കുള്ള ഒരു ടാർഗറ്റ് അതാണ്. വി നീഡ് ടു വാക്ക് ലൈക്ക് ജീസസ്. യേശു നടന്നതുപോലെ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ റോമാലേഖനം 8:9 പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ അത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവന് അല്ല. അപ്പൊ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും മോദങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഇമ്പങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസൃതമായി ചുവടുവെൽക്കുന്നവർ യഥാർത്ഥത്തിൽ
ക്രിസ്തീയതയുമായിട്ട് വലിയ ബന്ധമുള്ളവരല്ല. ഞാനും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന കേട്ടോ, ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ കാര്യമാണ് പറയുന്നത്. വ്യർത്ഥമായി ലോകത്തെ അന്ധമായി ആഗ്രഹിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നവർ ക്രിസ്തീയതയുമായിട്ട് വേണ്ടത്ര ബന്ധമുള്ളവരല്ല എന്നാണ് വിശുദ്ധ വേദം നമ്മെ പഠിപ്പിക്കുന്നത്. പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ഈ വ്യത്യസ്തത എന്താണ്? ക്രിസ്ത്യാനി വ്യത്യസ്തനാണ്. എങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നു? അവൻ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം വംശവുമാകുന്നു. എന്തെല്ലാം മേന്മകളാണ്, എന്തെല്ലാം ശ്രേഷ്ഠതകളാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത്. അവൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടവനാണ് എന്ന് മാത്രമല്ല, അവന് വളരെ വളരെ പ്രത്യേകതകളുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ അല്ല. ആ വ്യത്യസ്തതകൾ, വ്യതിരിക്തതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവനാണ് അവനിൽ നടക്കുന്നവൻ എന്ന് പറയുന്നയാൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് നടന്ന വഴിയെ ഇത്ര നാളായിട്ട് നമ്മൾ നടന്നോ? യേശുക്രിസ്തു നടന്ന വഴിയെ പോയിട്ടുണ്ടോ? എല്ലാവരും സൈലന്റ് ആണ്. യേശുക്രിസ്തുവിൽ നിന്ന് വേണ്ടത് എന്താണ്? നമുക്കെല്ലാവർക്കും കർത്താവിനെ വേണം. ഇന്ന് ഇത്രയും അഭയം പ്രാർത്ഥനയ്ക്ക് ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, നല്ല കാര്യമാണ്. ഇതേപ്പറ്റി എല്ലാ വർഷവും എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇതേപ്പറ്റി കേട്ടിട്ടുള്ളത്, നല്ല കാര്യമാണ്. പക്ഷെ എന്തിനായി ഓടിക്കൂടുന്ന ജനമെല്ലാം? കർത്താവ് വല്ലതൊക്കെ തരണം അല്ലേ? യേശുക്രിസ്തു എന്തെങ്കിലുമൊക്കെ തരണം. ഒന്നുകിൽ മുട്ടിൻ്റെ വേദന മാറണം, അല്ലെങ്കിൽ മോളുടെ IELTS പരീക്ഷയ്ക്ക് റാങ്ക് പോയിന്റ് കിട്ടണം, പിന്നെ ഞങ്ങളുടെ ബ്ലെസ്സിമോക്ക് ഒരു വിസ അടിച്ച് കിട്ടണം, പിന്നെ ജോക്കുട്ടൻ്റെ പല്ലുവേദനയ്ക്ക് മാറ്റം ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം അല്ലേ? അതിനല്ലേ വരുന്നത്. ഈ കാണുന്ന ഇപ്പോഴത്തെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന പ്രാർത്ഥനാ സമൂഹങ്ങളിലേക്കെല്ലാം ജനം ഓടിക്കൂടുന്ന എന്തിനാണ്? എന്തിനാണ് നിയോഗങ്ങൾ അർപ്പിക്കുന്നത്, ഉടമ്പടി എടുക്കുന്ന എന്തിനാണ്? ഞാൻ യേശുവിനെ പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉടമ്പടി എടുക്കുന്നുണ്ടോ? എവിടെയെങ്കിലും പോയി ഉണ്ടോ? ഞാൻ കേട്ടില്ല ആരും അങ്ങനെ പോയി ഞാൻ കർത്താവിനെ പോലെ ജീവിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്നവരെ ഞാൻ കണ്ടില്ല. എല്ലാവരും ഉടമ്പടി എടുക്കുന്ന എന്തിനാണ്? അവനവന്റെ കാര്യം നടക്കാൻ വേണ്ടിയുള്ള ഉടമ്പടി എടുപ്പും നിയോഗവും ഒക്കെ അവിടെ. പ്രിയപ്പെട്ടവരെ, അതിനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കാര്യമൊക്കെ സാധിക്കാൻ വേണ്ടി, പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി അല്ല കർത്താവ് വിളിച്ചത്. ഇത് ഈ ആധുനിക ലോകത്ത്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സ്പിരിച്വാലിറ്റി നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരുതരം വികലമായ ഭക്തിയാണ്. അതല്ല ഭക്തി, അതല്ല ശരിയായ ഭക്തി. ശരിയായ ഭക്തി എന്താണ്? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവും. അതിനെ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രാഗ്മാറ്റിക് ക്രിസ്ത്യാനിറ്റി. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അങ്ങനെ ഒരുത്തനെങ്കിൽ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ഇത് എന്നേ ഗുണം പിടിച്ചു പോയനേമായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു കൂട്ടരാണ് യേശു നടന്ന വഴിയെ പോകുന്ന മനുഷ്യർ എന്നുള്ളത്. കർത്താവ് നടന്ന വഴിയെ നടക്കുന്നവർ ചുരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് വ്യത്യസ്തരാണെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിൽ വ്യത്യസ്തതകളോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ പുതിയ പുതിയ ആശയങ്ങളും ഏറ്റെടുത്ത് അതിനോട് ചേർന്ന് പോകുന്ന എത്രയെത്ര മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അടുത്ത കാലത്തായിട്ട് ഞാൻ ഇന്നലെ ദേവലോക അരമനയിൽ ഒരു കണക്ക് നോക്കുമായിരുന്നു. 2023 നമ്മുടെ ഈ കൊച്ചു സഭയിൽ 370 പുനർവിവാഹ കൽപ്പനകളാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കൽപ്പന കൊടുത്താ കേട്ടോ, പുനർവിവാഹത്തിനുള്ള കൽപ്പന കൊടുത്തേക്കുന്ന 370. അതുകൂടാതെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 370 വേറെ ഉണ്ടോ. അതുകൂടാതെ കോർട്ടിൽ കേസ് കിടക്കുന്ന ഒരു 370 വേറെ കിടപ്പുണ്ട്. 370 അല്ലായിരിക്കും, ഇത് കൂടുതലാണ്. ഇത് കൂടാതെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം ഉണ്ടാക്കി കഴിയുന്ന കുറേ എണ്ണമുണ്ട്. ഇതൊന്നും അല്ലാതെ എങ്ങനെയും ആട്ടെ വന്നത് കൊള്ളി, ഇനി എങ്ങനെയും സഹിച്ചു പോക്കോളാം എന്ന് വിചാരിച്ച് കഴിയുന്ന കുറേ എണ്ണമുണ്ട്.
നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒരു കല്യാണത്തിൽ സംബന്ധിച്ചു. ഒരു എന്താ പറയുന്നത്, ഒരു കല്യാണ മഹാമഹം എന്ന് പറയാവുന്ന രീതിയിലൊരു കല്യാണമാണ്. ഒരു 3500 പേരെയും മറ്റും വിളിച്ചെന്ന് ഞാൻ കേട്ടത്. അത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഞാൻ ജനത്തിൻ്റെ എണ്ണം ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷേ അച്ഛന്മാരുടെ എണ്ണം ഞാൻ എടുത്തു. 88 അച്ഛന്മാരുണ്ടായിരുന്നു. 88 അച്ഛന്മാർ വന്ന് 2 മെത്രാച്ചന്മാരും കൂടെ ഉണ്ടായിരുന്ന ഒരു കല്യാണമാണ്. ആനയും അമ്പാരിയും ഉണ്ടായിരുന്ന കല്യാണത്തിന്. അടിപൊളി എന്നല്ലേ നമ്മളിപ്പോൾ പറയുന്നതിനല്ലേ? എന്ത് പരിപാടി ഗംഭീരമായിട്ട് നടന്നാലും അതിന് അടിപൊളി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കല്യാണമായിരുന്നു. എല്ലാവരും വന്നവരൊക്കെ നല്ല ഗംഭീര അഭിപ്രായമൊക്കെ പറഞ്ഞു പോയി. ഇപ്പം 2-3 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ കേട്ടു ആ കല്യാണം അവർ തമ്മിൽ ഡിവോഴ്സായി. പ്രിയപ്പെട്ടവരെ, 88 അച്ഛന്മാരും ഈ സഭയിലെ കാതോലിക്ക ഉൾപ്പെടെ മുഴുവൻ മെത്രാച്ചന്മാരും പിന്നെ ഒരു 5000 പേരും കൂടി ചേർന്ന് കെട്ടിച്ചാലും ഓർക്കുക, നിന്റെ ഉള്ളിൽ കർത്താവില്ലെങ്കിൽ, യേശു ക്രിസ്തുവിനെ പോലെ നടക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമാണ്. യാതൊരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ വെറും കെട്ടുകാഴ്ചകളായിട്ട് മാത്രം നിൽക്കും. അതുകൊണ്ട് യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നമ്മൾ ഈ യോഹന്നാനെ പറ്റി ഒന്ന് ചിന്തിക്കണം. യോഹന്നാൻ വെറുതെ പറയുന്നല്ല ഇത് കേട്ടോ. യോഹന്നാൻ ചുമ്മാ വാചകം അടിച്ചു പോവല്ലേ ചെയ്യുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനായിരുന്നു. ഒരു യുവാവായിട്ട് 10-25 വയസ്സേ കാണുമായിരുന്നുള്ളൂ കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ. അങ്ങനെയുള്ള യോഹന്നാൻ അന്ന് യുവത്വത്തിൻ്റെതായ ചില എടുത്തിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഡ്രീം ബിഗ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഡ്രീം ബിഗ്, എക്സൽ ചെയ്യുക, ഡ്രീം ബിഗ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങൾ കാണുക. അങ്ങനെ സ്വപ്നം കണ്ട ഒരാളാണ് ആര്? യോഹന്നാൻ. ചെറുപ്പക്കാരനായിരുന്നു, അതുകൊണ്ട് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടു. ഈ ചേട്ടനും അനിയനും കൂടെ, യോഹന്നാനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ യാക്കോബും കൂടെ പോയി കർത്താവിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? നീ രാജ്യത്വം പ്രാപിച്ചൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുത്തനെ നിന്റെ ഇടത്തും ഒരുത്തനെ നിന്റെ വലത്തും ഇരുത്തണം. ഇതായിരുന്നു ഡിമാൻഡ്. നല്ല കാര്യമല്ലേ? അല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ചിന്താഗതികളെ കുറിച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമുള്ള ഡിമാൻഡൊന്നുമല്ല. ഒരാൾ നല്ലൊരു സ്ഥാനത്ത് ചെല്ലുമ്പം അയാളുടെ സെക്രട്ടറി ആയിട്ടോ അയാളുടെ ADC ആയിട്ടോ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. കുഴപ്പമൊന്നുമില്ല. അതൊരു മോശമായ ഡിമാൻഡൊന്നുമല്ല. പക്ഷെ കർത്താവ് അവരെ ശാസിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്നു, ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ സ്ഥാനമോഹികളായി എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഉത്കർഷമുണ്ടാകും എന്ന് ഇച്ഛിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ആര്? ഈ യോഹന്നാൻ. ചെറുപ്പക്കാരനായിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എന്ന് ഈ ഡിമാൻഡൊക്കെ പറയുമ്പോൾ ഒരു തെറ്റൊന്നും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയല്ല. പക്ഷേ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് ഏറ്റ മാമോദീസ പലരും പറയും യോഹന്നാൻ്റെ മാമോദീസ യോർദാൻ നദിയിൽ ഏറ്റ. കർത്താവ് 33 വയസ്സിൽ ആ സ്നാനം ഏറ്റ. അതുകൊണ്ട് എല്ലാവരും 30-ാമത്തെ വയസ്സിൽ ഏറ്റാൽ മതി എന്നൊക്കെ പറയും. കർത്താവ് ഏറ്റ മാമോദീസ യോർദാനിലെ സ്നാനമല്ല. കർത്താവ് ഏറ്റ മാമോദീസ ഏതാണ്? കുരിശിലെ മാമോദീസയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഏൽക്കാൻ പോകുന്ന മാമോദീസ ഏൽക്കാൻ നിനക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം. കർത്താവിൻ്റെ മാമോദീസ പൂർണ്ണമായത് എവിടെയാണ്? കുരിശിലാണ്. അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓൾ അക്കംപ്ലിഷ്ഡ്, എല്ലാം തികഞ്ഞിരിക്കുന്നു, എല്ലാം നിവൃത്തിയായിരിക്കുന്നു പറഞ്ഞത്. മാമോദീസയുടെ പൂർത്തി അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള യോഹന്നാൻ എപ്പോഴും ഇങ്ങനെ സ്ഥാനകാംക്ഷിയായി, സ്ഥാനമോഹിയായി, ഉത്കർഷം ആഗ്രഹിച്ച് കർത്താവിൻ്റെ പുറകെ പോയവൻ പലയിടത്തും എല്ലായിടത്തും മുമ്പിലായിരുന്നു. പെസഹ രാത്രിയിൽ കർത്താവിൻ്റെ മാറോട് ചാരി ഇരുന്നു എന്നാണ് പറയുന്നത് ഈ യോഹന്നാൻ. എന്നാൽ നമ്മൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം മുതലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. കർത്താവിൻ്റെ അടുത്ത് എന്ന് ഈ ചേട്ടനും അനിയനും കൂടെ ആവശ്യപ്പെടുന്ന കാര്യം.
എന്നാൽ ഉയിർത്തെഴുന്നേറ്റവനായ കർത്താവ് ആ ഉത്ഥാനത്തിൻ്റെ ദിവസം ഈ യോഹന്നാനും പത്രോസും കൂടെ കല്ലറയിലേക്ക് ഓടുന്നുണ്ട്. യോഹന്നാനും പത്രോസും കൂടെ കല്ലറയിലേക്ക് ഓടുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? ചെറുപ്പക്കാരനായ യോഹന്നാൻ നേരത്തെ ഓടി. കാരണം അയാൾക്ക് ഓടാൻ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ ഓടി കല്ലറയിൽ ചെന്നു. അവിടെ കാണുന്നത്, അവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസ് വരുന്നത് വരെ അവൻ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചില്ല. ഒന്നാം സ്ഥാനം ആ മൂപ്പന് തന്നെ കൊടുക്കാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. ഓടിച്ചെന്നു, പക്ഷെ അവൻ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചില്ല. പത്രോസ് വരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്തു. ഇതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഓരോരുത്തരിലും വരുത്തിക്കൂട്ടുന്ന ചേഞ്ച് ഇതാണ്. എല്ലായിടത്തും ഞാൻ മുമ്പേ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അവൻ മാറുകയാണ്. ഇനി വേറൊരാൾ എൻ്റെ മുമ്പേ പ്രവേശിക്കട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിക്കൊടുക്കുകയാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ, വ്യത്യസ്തതയുടെ അനുഭവം എന്ന് പറയുന്നത്. മാറാൻ തയ്യാറുള്ളവർ മാത്രമേ കർത്താവിൻ്റെ പിന്നാലെ പോകാവൂ. ഒരു മാറ്റവും എനിക്കുണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഒരു അനുകരണീയമായ ഒരു കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ എല്ലാ ചെയ്തികളെയും അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെയാണ് കൊള്ളാവുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലുകയാണ്. ഇപ്പം സമൂഹം ചില നിഷ്ഠകളും ചിട്ടകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ നാട്ടു നടപ്പല്ലേ എന്ന് പറയും. നാട്ടു നടപ്പ് പോലെ ജീവിക്കാൻ വേണ്ടിയാണോ നമ്മളെ വിളിച്ചത്? ആണോ? മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് വരികയാണ്. ഈജിപ്തിൽ നിന്ന് അവരെ വിടുവിച്ച് മോശ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ അവരോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഞാൻ ഒരു കാര്യം മാത്രം വായിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദകളെ നിങ്ങൾ ആചരിക്കരുത്. ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്തേക്ക് വരികയാണ്. ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് വരികയാണ്. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഈ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ പുറപ്പെട്ടു പോന്ന ഈജിപ്തിലെ മര്യാദകൾ അനുസരിച്ച് ഇനി നിങ്ങൾ നടക്കരുത്. കാരണം അവരുടെ സംസ്കാരം വേറെയാണ്, അവരുടെ ചിന്താരീതികൾ വേറെയാണ്, അവരുടെ ആരാധന വേറെയാണ്, അവരുടെ ദൈവങ്ങൾ വേറെയാണ്. നിങ്ങൾ അവരെ പോലെ നടക്കരുത്. പിന്നെയോ രണ്ടാമതെന്താണ്? നിങ്ങൾ ഇനി ചെല്ലാൻ പോകുന്ന കനാൻ ദേശത്തിലെ ജനങ്ങളുടെ നടപ്പ് പോലെയും നടക്കരുത്. അതാ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇനി ചെല്ലാൻ പോകുന്ന കനാൻ ദേശത്തിലെ ജനങ്ങളുടെ നടപ്പ് രീതി പോലെയും നിങ്ങൾ നടക്കരുത്. Because you are a special people, you are separated, you are a holy nation. നിങ്ങൾ ആരാണ്? ഒരു വിശുദ്ധ ജനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവര് നടന്നതുപോലെയോ അവര് നടന്നതുപോലെയോ നടക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രത്യേക ജീവിതക്രമമുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടു നടപ്പനുസരിച്ച് അങ്ങ് പൊക്കോട്ടെ എന്ന് വെക്കാനല്ല നമ്മളെ വിളിച്ചത്. ഈ നാട്ടു നടപ്പ് കൂടുതലും എന്ത് കണ്ടാലും അന്ധമായിട്ട് അനുകരിക്കുന്നൊരു ഗ്രൂപ്പാണ് സുറിയാനി ക്രിസ്ത്യാനികൾ. നമ്മൾ എന്തൊക്കെ ബോഷത്തരം ഉണ്ടോ അതെല്ലാം നമ്മൾ എടുക്കും. സായിപ്പ് അവിടെ നിന്ന് എടുത്തു കളഞ്ഞ എല്ലാ സാധനവും ഇവിടെ കൊണ്ട് നമ്മളിപ്പോൾ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. സായിപ്പ് എന്തൊക്കെ വേണ്ടെന്ന് വെച്ചോ അതെല്ലാം നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ കോക്കാമ്പീച്ച് കാണിക്കാനൊക്കെ അതൊക്കെ കാണിക്കുന്നുണ്ട്. സമൂഹത്തിൽ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടോ അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളെ കാണിച്ചു വെക്കുന്നത്. ഈ കല്യാണങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോൾ കല്യാണങ്ങളുടെ മാമാങ്കം. സേവ് ദ ഡേറ്റ് ഇല്ലേ? സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. കൂടാതെ പ്രീ ബഡ് ഷൂട്ട്. ഞാൻ കോട്ടയം ചെറിയ പള്ളി ഇരിക്കുമ്പോൾ
ഓഫീസിലിരിക്കുക. അവിടെ ഈ പള്ളിക്കകത്ത് ഈ CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫീസിൽ ഇരുന്നാലും പള്ളിക്കകത്ത് ആരെങ്കിലും കയറിയാൽ കാണാം. ഒരു ദിവസം നോക്കിയപ്പോൾ നാടകശാലയിൽ കൂടെ 2 പേര് കയറി വരുന്നു. ഒരു ചെറുക്കനും പെണ്ണുമാണ്. കയറി വന്നിട്ട് അവർ പുണ്യപുരാതനമായൊരു പള്ളിയാണ്. ആ പള്ളിക്കകത്ത് വന്നേച്ച് ഞാൻ വിചാരിച്ചു ഒരു പ്രാർത്ഥിക്കാൻ വന്നു. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആൾ വരുമോ? പ്രാർത്ഥിക്കാൻ വന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിനകത്ത് ഡാൻസ് തുടങ്ങിയിരിക്കുന്നു പള്ളിക്കകത്ത്. നമുക്കവിടെ ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് കാണാൻ പറ്റും CCTV കൂടെ. പള്ളിക്കകത്ത് ചെറുക്കനും പെണ്ണും നിന്ന് ഡാൻസ് ചെയ്യാണ്. അപ്പോൾ എന്താണ്, പുറത്ത് ആരോ ക്യാമറയുമായിട്ട് വന്നിട്ടുണ്ട് ഇത് പിടിക്കാനായിട്ട്. ഓർത്തു നോക്കുക, അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ഒരു പള്ളിയിൽ വന്ന് ഒരു പീറ ചെറുക്കനും ഒരു പീറ പെണ്ണും കൂടെ ഡാൻസ് കളിക്കുകയാണ്. ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രീ വെഡ് ഷൂട്ട്. ഞാൻ ചെന്ന് ചോദിച്ചു പറയാണ്, കല്യാണം കഴിക്കാൻ പോവാണ്, അതിൻ്റെ ഷൂട്ടിംഗ് ആണ്. പ്രിയപ്പെട്ടവരെ, ഇത് നാശത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് നാശത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ 2-3 പൈസ ഉള്ളവരായിരിക്കും. ദൈവം അനുഗ്രഹിച്ചു, കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല. ഗൾഫിലൊക്കെ പോയവരും അമേരിക്കയിൽ പോയവരും ഒക്കെ കാശൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ മര്യാദയ്ക്ക് ജീവിച്ചോണം. മര്യാദ വിട്ടു പോയാൽ ദൈവം നമ്മെ നശിപ്പിക്കും, യാതൊരു തർക്കവുമില്ല. ഇത് ഉറക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ശപിക്കൊന്നല്ല. ഞാൻ എൻ്റെ ദണ്ണം കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളെ പോലും മലീമസമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്കാര ശൂന്യത ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കടത്തോടെ പറയട്ടെ. നിങ്ങൾ പരിചയിച്ചു വന്ന ഈജിപ്ഷ്യൻ സംസ്കാരം വേണ്ട. നിങ്ങൾ ഇനി പോകുന്ന അനേക ജാതികൾ താമസിക്കുന്ന കനാന്യ സംസ്കാരവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഒരു പ്രത്യേക ജനമാണ്. നിങ്ങളൊരു പ്രത്യേക കൂട്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംസ്കാരം, നാട്ടു നടപ്പ് നിങ്ങളുടേതായിട്ട് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലെ വാക്യം പറയുന്നു, നിങ്ങൾ സ്പെഷ്യൽ ആളുകളാണ്, നിങ്ങൾ മറ്റു മനുഷ്യരെ പോലെ ഉള്ളവർ അല്ല എന്ന്. നമ്മൾ അനുകരിക്കേണ്ടത് ആരെയാണ്? നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്കും വിചരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. The perfect model to follow is Jesus. നമുക്ക് പിൻപറ്റാവുന്ന മോഡൽ എന്ന് പറയുന്ന ആരാണ്? യേശുവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, യേശു നടന്ന വഴിയിൽ പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മിമിക്രി കാണിക്കുക എന്നല്ല. യേശുവിനെ മിമിക്രി കാണിക്കുന്ന ഒത്തിരി പേരുണ്ടോ? മിമിക്രി കാണിക്കുകയല്ല കേട്ടോ. യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ മിമിക്രി കാണിക്കുകയല്ല. യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ബീയിങ്ങിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉണ്മയുടെ ഭാഗമായി യേശു മാറുക. നമ്മുടെ ബീയിങ്ങിന്റെ ഭാഗമാകണം. ഇപ്പൊ ഈ നാട്യങ്ങളാണ് പലതും. പലരെയും അനുകരിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുവിനെ പോലെ തന്നെ ജീവിച്ചൊരു മനുഷ്യനെ പറ്റി ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ദ സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം എപ്പോഴും യേശുവിനെ അനുകരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന മുഴുവനും, കർത്താവെ നിന്നെപ്പോലെ ആകുവാൻ എന്നെ അദ്ദേഹത്തിൻ്റെയാണ് പ്രസിദ്ധമായ സമാധാനത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ. മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ് എന്ന് പറയുന്ന വലിയ മനോഹരമായ പ്രാർത്ഥന. ആ ഫ്രാൻസിസ് അസീസി യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിച്ചപ്പോൾ ലവേർണ താഴ്വരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവന് 5 മുറിവുകൾ കൊടുത്തു. കാലിലും കയ്യിലും 4 മുറിവും പിന്നെ വിലാപ്പുറത്തുള്ള 1 മുറിവുമായി പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് ആര്? ഈ പറഞ്ഞ ഫ്രാൻസിസ് ഓഫ് അസീസി. യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചവർ ഉണ്ടായിരുന്നു. യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചവർ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നവരുണ്ട്. പലരും വിചാരിക്കും യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. യേശുവിനെ പോലെ ഇന്ന് ജീവിക്കുന്നവരുണ്ടോ? ഉണ്ടോ? യേശുവിനെ പോലെ ഇന്ന് ജീവിക്കുന്ന ചുരുക്കം ചില മനുഷ്യരുണ്ട്. ഞാൻ താമസിക്കുന്ന കോട്ടയത്ത്
ഞാൻ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ലോട്ടറി കച്ചവടക്കാരിയുണ്ട്. റോസമ്മ എന്നാ പേര്. റോസമ്മ ഒരു കണ്ണു കാണാൻ പാടില്ലാത്ത ആളാണ്, അന്ധയായ സ്ത്രീയാണ്. ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഏഷ്യാനെറ്റിൽ ഈ വാർത്ത വന്നിരുന്നാണ്. എൻ്റെ വീടിന് തൊട്ടടുത്താണ്. ഈ സ്ത്രീ അവിടെ നിന്ന് ലോട്ടറി വിൽക്കുന്നു. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ ഈ വൈകിട്ട് കണക്ക് നോക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ കണക്കും ഈ കിട്ടുന്ന പൈസയുടെ കണക്കും കൂടെ ഒത്തുപോകുന്നില്ല. ടിക്കറ്റ് ആരും അടിച്ചു മാറ്റുന്നുണ്ട്, കാരണം ഇവർക്ക് കണ്ണ് കാണത്തില്ലല്ലോ. പൈസ ബാലൻസ് നോക്കുമ്പോൾ വിറ്റ ടിക്കറ്റിനേക്കാളൊക്കെ വളരെ കുറവാണ് ബാലൻസ് കയ്യിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവരാരോടോ സങ്കടം പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് ആരോ, എനിക്ക് പൈസ കുറച്ചാണ് കിട്ടുന്നത്, എന്താ സംഭവിക്കുന്നത് അറിയാൻ പാടില്ല, കണ്ണ് കാണാൻ പാടില്ല. അപ്പോൾ ഇവരുടെ ആരോ സുഹൃത്ത് ഒരാൾ അവരാ ലോട്ടറി വിൽക്കുന്ന അവിടെ ആ കടയുടെ മുമ്പിൽ ഒരു ക്യാമറ വെച്ചു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പിടികിട്ടി ആരാണ് ഈ ടിക്കറ്റുകൾ മോഷ്ടിക്കുന്നതെന്ന്. ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആളിനെ പിടികിട്ടി. എല്ലാ ദിവസവും എടുത്തുകൊണ്ട് പോവാണ് 1-2 ടിക്കറ്റ്. ആളിനെ പിടികിട്ടി. ഉടൻ തന്നെ ഈ കൂട്ടുകാരൻ ഈ CCTV എല്ലാം എടുത്ത് കാണിച്ചു പറഞ്ഞു, ഇന്ന ആളാണ് നിങ്ങളുടെ ഈ ടിക്കറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഉടൻ തന്നെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഈ കൂട്ടുകാരൻ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ റോസമ്മ പറയുകയാണ്, പോലീസ് വന്നോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇയാളെ പിടിച്ചോണ്ട് പോരുത്, ഇയാളുടെ പേര് കേസെടുക്കരുത്, ഇനി ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി, ഇവൻ്റെ പേരിൽ കേസെടുക്കണ്ട, ഇവൻ നന്നായാൽ മാത്രം മതി എന്ന് പറഞ്ഞൊരു റോസമ്മ എൻ്റെ അയലോക്ക് താമസിക്കുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള റോസന്മാർ ചിലരൊക്കെ ഉണ്ട്. അവർക്ക് കണ്ണ് കാണത്തില്ല, അവർക്ക് ഈ ലോകത്തിൻ്റെ വർണ്ണപ്രപഞ്ചം ഒന്നും അറിയത്തില്ല, പക്ഷേ അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമുള്ളവരാണ്. അങ്ങനെയുള്ള ചില ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് ഇന്ന്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒറീസായിൽ മനോഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ്. ഓസ്ട്രേലിയയിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് തൻ്റെ ഭർത്താവായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനോടൊപ്പം വന്ന് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒറീസായിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ജീവിച്ച സ്ത്രീയാണ് ഗ്ലാഡിസ് സ്റ്റെയിൻസ്. ഈ സ്റ്റെയിൻസിനെയും സ്റ്റെയിൻസിൻ്റെ 2 ആൺമക്കളെയും കൂടെ, തീമോത്തി, ഫിലിപ്പ് എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങളെയും കൂടെ ഒരു വാനിനകത്തിട്ട് ഒരു രാത്രിയിൽ ചുട്ടെരിച്ചു കൊന്നു. ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്ത ആകാശവാണിയുടെ ഒരു റിപ്പോർട്ടറോട് പറയുകയാണ്, ഐ വോണ്ട് ടു ഫോർഗിവ് ഹിം, ഞാൻ അവനോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം എൻ്റെ കർത്താവ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. എൻ്റെ കർത്താവ് അങ്ങനെയാണ് പഠിച്ചത്. മുമ്പേ പറഞ്ഞ റോസമ്മയും ആ പോലീസിനോട് പറയുന്നുണ്ട്, ആ ഏഷ്യാനെറ്റ് ന്യൂസിനകത്തുണ്ടായിരുന്നു, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്, ക്ഷമിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലെ ജീവിക്കുന്ന കുറേ മനുഷ്യരൊക്കെ ഈ ലോകത്തുണ്ട് കേട്ടോ. എല്ലാവരുടെയൊന്നും വെളിച്ചം പോയിട്ടില്ല. കുറേ മനുഷ്യരെങ്കിലും കർത്താവിനെ പോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ യേശുവിനെ പോലെ നടക്കുവാൻ, യേശു നടന്ന വഴികളിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദ്യം കർത്താവിനെ നോക്കി ജീവിക്കാൻ പഠിക്കും. കർത്താവിനെ ഒന്ന് നോക്കി, ആദ്യം മുതലേ നമ്മൾ കർത്താവിനെ ഒന്ന് സാഗൂതം സസൂക്ഷ്മം ഒന്ന് നോക്കിക്കേ. എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്, കർത്താവ് ഒരു കുടുംബത്തിൽ താമസിച്ചപ്പോൾ എങ്ങനെ താമസിച്ചു? കർത്താവ് 12-ാം വയസ്സിൽ ആ യെരുശലേം ദേവാലയത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ സനാതനമായ മൂല്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, ഒരു കുടുംബത്തിന്റെ തത്വങ്ങൾക്കൊക്കെ വിധേയമായിട്ട് കർത്താവ് ജീവിച്ചു. ആരാ ഈ പാർട്ടി? ഈ നസറത്തിൽ താമസിക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? ഗോളാഗോളങ്ങളെ സൃഷ്ടിച്ചവനാണ്. അവൻ എന്തെല്ലാം ഈ യെരുശലേം ദേവാലയത്തിൽ പോയി മഹാജ്ഞാനികളായ ഈ പുരോഹിതന്മാരോടൊക്കെ തർക്കിച്ചേച്ച് വരുന്ന മഹാജ്ഞാനിയായ ദൈവമാണവൻ. അവനാണ് ഈ കാണുന്ന ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചവൻ. ആകാശങ്ങളിലെ എണ്ണമില്ലാത്ത ഗോളങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചാക്കിയൻ അവനാണ്. അങ്ങനെയുള്ള മഹാജ്ഞാനിയായ കർത്താവ് ഒരു കുടുംബത്തിൽ വന്ന് അമ്മയപ്പന്മാർക്ക്
കീഴടങ്ങിയിരുന്നു എന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളതാകട്ടോ, വലിയ ദൈവം ഒരു കൊച്ചു കുടുംബത്തിനകത്ത് കീഴടങ്ങി ജീവിച്ചു. എനിക്ക് തോന്നുന്നു ആ യൗസേപ്പിന് അക്ഷരാഭ്യാസം ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. യൗസേപ്പ് ഒരു സാധാരണ മരപ്പണിക്കാരനായിരുന്നു. ഈ അമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഒരു 10-15 വയസ്സായപ്പോഴേ അവൾ അമ്മയായ ഒരാളാണ്. അപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, വലിയ കഴിവൊന്നുമില്ലാത്ത, പത്രത്തിലൊന്നും ഇതുവരെ പടം വരാത്ത ഒരു പാവപ്പെട്ട അപ്പൻ്റെയും അമ്മയുടെയും കീഴിൽ ഒരു അനുസരണമുള്ള കുഞ്ഞായി കർത്താവ് ജീവിച്ചു. കർത്താവ് നടന്ന വഴിയാണ് ഞാൻ പറയുന്നത്, യേശു നടന്ന വഴി. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മയപ്പന്മാര് ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും, ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, അവർക്ക് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് വളരാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. ഡോണ്ട് വറി, സ്റ്റിൽ ദേ ആർ യുവർ പേരൻസ്. അവരെന്നാലും നിങ്ങളുടെ അപ്പനും അമ്മയുമാണ്. അവർക്ക് കീഴടങ്ങി ജീവിക്കുക. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ തന്നെ പറയുന്നു. ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഭാര്യമാരുണ്ടോ? ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? മക്കളെ ദൈവഹിതപ്രകാരം വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. ഇതൊക്കെ കുടുംബത്തിന്റെ ആദർശങ്ങളാണ്. ഈ ആദർശ സുരഭിലമായ കുടുംബം അത് കർത്താവ് നമുക്ക് കാണിച്ചു. അതുകൊണ്ടാണ് അതിനെ ഹോളി ഫാമിലി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തിരുക്കുടുംബം എന്നാ വിളിക്കുന്നത്. കർത്താവിന്റെ മാതൃക അതാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് നല്ല നടപ്പ് ഉണ്ടോ? യേശു നടന്നതുപോലെ കുടുംബത്തിൽ നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ചോദ്യമാണ്. പ്രാർത്ഥനയ്ക്ക് പോകുന്ന പലരെയും എനിക്കറിയാം കേട്ടോ, ഭയങ്കര പ്രാർത്ഥനയാണ്. അവർ വിളിച്ചു ചൊല്ലി മനഃപ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന കേട്ടാൽ കർത്താവ് പോലും ഞെട്ടിപ്പോവും. ചിലരുടെ പ്രാർത്ഥന അത്ര ഗംഭീരമാണ് കേട്ടോ. ഇതൊക്കെ കർത്താവിനൊന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അടിച്ചുവിട്ട് ഭയങ്കര വ്യാകരണ തെറ്റൊന്നും ഇല്ലാതെ ഗംഭീരമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിലൊന്ന് ചെന്ന് നോക്കണം എന്നാ സംഭവം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അവനവൻ്റെ വീട്ടിൽ യേശു ക്രിസ്തു നടന്ന പോലെ ഒരു ഭാര്യയ്ക്ക് ഒരു ശരിയായ ഭാര്യയായി യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ഭർത്താവിന് അങ്ങനെ കഴിയുന്നുണ്ടോ? ഒരു മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ കഴിയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. യേശു നടന്ന വഴിയിൽ കുടുംബത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. രണ്ടാമത്, കർത്താവ് കുടുംബത്തിന് പുറത്തേക്ക് വരുന്നു. പബ്ലിക് മിനിസ്ട്രി, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ. പരസ്യ ശുശ്രൂഷയിൽ എന്താണ് കാണുന്നത്? അവൻ എല്ലായ്പ്പോഴും ജനങ്ങളോടൊപ്പം നടന്നു എന്നാണ്. കൊസുക്കെ കൊയാമ എന്ന് പറയുന്ന ഒരു ജപ്പാൻ തിയോളജിയനുണ്ട്, കൊസുക്കെ കൊയാമ. അയാൾ 1970 എഴുതിയ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ദ 3 miles an hour God എന്ന അതിൻ്റെ ഹെഡിങ്. 3 miles an hour God എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 3 മൈൽ നടക്കുന്ന ദൈവം. യേശുക്രിസ്തുവിനെ പറ്റിയാണ് കേട്ടോ. യേശുക്രിസ്തു 1 മണിക്കൂറിൽ 3 മൈൽ നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അവൻ വളരെ സ്ലോ ആയിട്ട് നടന്നു. കർത്താവ് വളരെ സ്ലോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലൊന്നും കർത്താവ് പോയില്ല. തന്നെയുമല്ല, ഇന്നത്തെ പോലുള്ള വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ. കർത്താവ് നടന്നായിരുന്നു. കർത്താവ് പ്രകൃതിയിൽ തൻ്റെ ജീവിതം അതിൽ ആസ്വദിച്ചവനാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് വന്നാണ്. അവിടെ എഴുതിയിരിക്കുന്നു, സ്ത്രീകളും കുട്ടികളും കൂടാതെ 5000 പുരുഷന്മാർ. അവിടെ ഈ പുരുഷന്മാരുടെ എണ്ണമേ എടുക്കുകയുള്ളൂ. യഹൂദന്മാർക്ക് എണ്ണമുള്ളത്, പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും എണ്ണമില്ല. പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എണ്ണ അവിടെ. അതുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും കൂടാതെ പുരുഷന്മാർ 5000 ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ 5000 പുരുഷന്മാരും അവർക്കൊത്ത നമ്പറുള്ള സ്ത്രീകളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കാണുമല്ലോ. എതിലേ പോയാലും ഒരു 10000 ആളെങ്കിലും കൂടിയ ഒരു മീറ്റിംഗ് ആയിരിക്കും. അവിടെ കർത്താവ് ലൗഡ് സ്പീക്കർ ഒന്നും ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൈക്കുണ്ടായിരുന്നു അന്ന്? ഇല്ല. ഈ 10000 പേരോട് കർത്താവ് എങ്ങനെയാണ് സംസാരിച്ചത്? കർത്താവ് ഉറക്കെയൊന്നും സംസാരിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ സോഫ്റ്റായിട്ട്. എന്നിട്ടും 10000 പേര് അവനെ കേട്ടു.
ആ മലഞ്ചെരുവിൽ ഇരുന്ന് 10,000 കർത്താവിനെ ശ്രദ്ധിച്ചു. ഹി വാസ് എ കോമൺ മാൻ, ലിവിങ് ആൻഡ് വാക്കിംഗ് വിത്ത് എ കോമൺ മാൻ. സാധാരണ മനുഷ്യരോടൊപ്പം നടന്ന, സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന ഒരുവനായിരുന്നു നമ്മുടെ കർത്താവ്. ഹി വാക്ക്ഡ് സോ സ്ലോലി. അവൻ വളരെ സ്ലോ ആയിട്ടാണ് നടന്നത്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. ഫാസ്റ്റസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും ടോപ്പ് വരാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫാസ്റ്റ് ആവണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ 4G കഴിഞ്ഞേച്ച് 5G ആയി കഴിഞ്ഞു. ഫാസ്റ്റ് ആവുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറുകളും എല്ലാം ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ക്ഷമയില്ല. ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്കറിയാം എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയാവോ. കാരണം എല്ലാവരും അങ്ങ് തിരക്കാണ്, ഭയങ്കര തിരക്കായ ജീവിതമാണ്. പക്ഷെ കർത്താവ് ഒരിക്കലും തിരക്കുള്ളവനായിരുന്നില്ല. കർത്താവിൻ്റെ ലൈൻ എപ്പോഴും ആർക്ക് വിളിച്ചാലും കിട്ടാവുന്നൊരു ലൈനാണ്. എൻഗേജ്ഡ് ആയിട്ടൊരു ടോൺ കർത്താവിനില്ല. ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ, നിങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ എന്തിയാണ്? ബിസി ആണെന്ന് പറയത്തില്ല. കർത്താവിൻ്റെ ലൈനിൽ അങ്ങനെ ഒരു സാധനം എഴുതി വെച്ചിട്ടില്ല. അവൻ്റെ ലൈൻ എപ്പോഴും ആർക്കും എപ്പോഴും വിളിക്കാവുന്നതാണ്. ഹി വാക്ക്ഡ് അലോങ് വിത്ത് എ കോമൺ മാൻ. അവൻ സാധാരണ മനുഷ്യനോടൊപ്പം എന്ത് ചെയ്തു? അവൻ സാധാരണക്കാരനായി അവൻ മെല്ലെ നടന്നു. യേശുവിൻ്റെ നടപ്പ് മെല്ലെയായിരുന്നു എന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് എല്ലാവരും ഓട്ടത്തിനിടയ്ക്കാണ്. ഈ തത്രപ്പാടും നെട്ടോട്ടവുമാണ്. എന്തിനായി ഓടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ഒരു സമയത്ത് ഞാൻ ഇരുന്നൊരു പള്ളിയിൽ ഒരു അമ്മച്ചി മരിച്ചു. ഒരു 3500 സ്ക്വയർ ഫീറ്റ് വീടും ഒക്കെയുള്ളൊരു അമ്മച്ചിയാണ്. മക്കളില്ലായിരുന്നു. പക്ഷേ മരണം കഴിഞ്ഞ മരണത്തിൻ്റെ അടുത്തുവരെയും ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചി ആർക്കെങ്കിലും ഒക്കെ ഇത് എഴുതി വെച്ചിട്ടൊക്കെ പോകണം, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു. പറ്റില്ല. മരണം വരെ ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു വേണ്ടി ഈ ഓടുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊന്നുകൂടെ ഒന്ന് സ്ലോ ആകാൻ പഠിച്ചേ. അല്പം കൂടെ ഒന്ന് സ്ലോ ആകാൻ പഠിക്കുക. ജീസസ് വാസ് എ ഗോഡ് ഹു വാക്ക്ഡ് ഓൺലി 3 miles an hour. 1 മണിക്കൂറിൽ 3 മൈൽ മാത്രം സഞ്ചരിച്ച ഒരു സ്ലോ ആയ കർത്താവ്. അതുകൊണ്ടാണ് അവൻ പലരെയും കണ്ടത്. അവൻ കരയുന്നവരെ കണ്ടു, അവൻ രോഗികളെ കണ്ടു, പാപികളെ അവൻ കണ്ടു, തൊട്ടു. കാരണം എന്താണ്? അവന് ഓരോരുത്തരുടെ അടുത്തും സാമീപ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാർത്തോമായിലെ ഇപ്പോഴത്തെ സഫ്രഗൻ തിരുമേനി, ബർന്നവാസ് തിരുമേനിയുടെ ബ്രദർ ഒരു അച്ഛനുണ്ടായിരുന്നു, സി ജോർജ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. 92 വയസ്സുണ്ടായിരുന്നു. ഒരു വളരെ ശാന്തനായ സാധുവായ ഒരു അച്ഛനാണ്. വലിയ പണ്ഡിതനുമായിരുന്നു. അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു. അച്ഛൻ മരിച്ച 92 വയസ്സുള്ള ഒത്തിരി കാലമായി അച്ഛൻ റിട്ടയർ ചെയ്തിട്ട്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നേക്കുന്നു. ഞാൻ അവിടെ 1-2 പേരോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അവർ വന്നേക്കുന്നത് മലയാലപ്പുഴയിൽ നിന്നാണ്. അച്ഛൻ താമസിക്കുന്നത് കോട്ടയത്ത് മാങ്ങാനത്തായിരുന്നു. അവിടെ കബറടക്കത്തിന് വന്നേക്കുന്നത് മലയാലപ്പുഴയിൽ നിന്നാണ് വന്നേക്കുന്നത്. പേര് ചോദിച്ചപ്പോൾ പറയാണ് ഷാഹുൽ ഹമീദ്. വേറൊരാൾ ചോദിച്ചു പറഞ്ഞു നാണു എന്ന്. അച്ഛൻ്റെ അടക്കത്തിന് വന്നേക്കാണ്. ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ അച്ഛൻ കുറേ നാൾ എന്ത് ചെയ്തു, അവിടെ ഈ മലയാലപ്പുഴയിൽ മാർത്തോമ സഭയുടെ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഒക്കെ ഉണ്ട്. അവിടെ അച്ഛൻ കുറേ നാൾ ശുശ്രൂഷ ചെയ്താണ്. ഈ അച്ഛന് മലയാലപ്പുഴയിൽ നിന്ന് മണ്ണാരക്കുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നെങ്കിൽ മാത്രമേ ബസ് കിട്ടുകയുള്ളൂ. ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ നടക്കണം. ഓരോ പ്രാവശ്യവും ബസ് കിട്ടണമെങ്കിൽ അന്ന് ആ പ്രദേശത്തെങ്ങും വലിയ വാഹന സൗകര്യമില്ല. ഈ അച്ഛൻ പോകുന്ന വഴിയിലെല്ലാം ഈ നടന്നു പോരുമ്പോൾ 2 സൈഡിലുമുള്ള നാണുവിനെയും കുട്ടപ്പനെയും തങ്കച്ചനെയും തോമസിനെയും ഷാഹുൽ ഹമീദിനെയും എല്ലാം കാണും. ഈ അച്ഛൻ മരിച്ചപ്പോൾ ഇവരൊക്കെ വന്നു. കാരണം എന്താണ്? അവൻ സ്ലോയിൽ നടന്നു എന്നുള്ളതാണ്. ആ അച്ഛൻ വളരെ സ്ലോ ആയിട്ട് നടന്നു എന്നുള്ളതാണ്. കാറിൽ പോകുന്നവർക്ക് ഇത് കാണാൻ പറ്റുകയില്ല. കാറിൽ പോകുന്നവർ മുഹമ്മദിനെ കാണത്തില്ല. കാണുമോ? കാണത്തില്ല. സ്ലോ ആയിട്ട് നടക്കുന്നവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഞാൻ ഒറ്റ പ്രാവശ്യം അച്ഛനെ ഒരു മീറ്റിംഗ് വെച്ച് കണ്ടുള്ളൂ. അന്ന് എന്നോട് ചോദിച്ചു പേരെന്തു വെച്ചാ ചോദിച്ചു. അച്ഛൻ എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചു. അതിനുശേഷം അച്ഛൻ മരിക്കുന്നവരെ ഏതാണ്ട് ഒരു 8 വർഷത്തോളം എല്ലാ വർഷവും എൻ്റെ പേരിൽ ഒരു പോസ്റ്റ് കാർഡ് വരും. എൻ്റെ ബർത്ത്ഡേ തലേദിവസം ഒരു പോസ്റ്റ് കാർഡിൽ ഈ അച്ഛൻ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുമായിരുന്നു.
ഒരിടത്ത് വെച്ച് കണ്ട ഒരാളിനെ പരിചയപ്പെട്ടൊരു അച്ഛൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ചില മനുഷ്യരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. അവർ യേശുവിനോടൊപ്പം നടന്നവരാണ്, അവർ മെല്ലെ നടന്നവരാണ്. കുറെ കൂടെ ഒന്ന് മെല്ലെ പോകാൻ നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് വാട്സാപ്പിനകത്ത് വന്നൊരു മെസ്സേജ് എന്നെ വളരെ എന്നെ ആകർഷിച്ച ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു മകൻ അച്ഛനോട് പറയുകയാണ്, ഇനി മേലാൽ ബാങ്കിൽ പോയേക്കരുത്, ബാങ്കിലെങ്കിലും പോകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്, അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് നമുക്ക് എന്ത് വേണേലും ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ നടത്താം, അതുകൊണ്ട് അച്ഛൻ ഇനി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇനി ബാങ്കിൽ പോയേക്കരുത്. ഈ മകൻ പറഞ്ഞേച്ചു പോയി. പിറ്റേ ദിവസം ഈ അപ്പൻ വീണ്ടും ബാങ്കിൽ പോയി. മോൻ പറഞ്ഞ് കേൾക്കാതെ പോയി. അപ്പോൾ മടങ്ങി വന്നപ്പോൾ ഈ മകൻ ഒത്തിരി വഴക്ക് പറഞ്ഞു ഈ അച്ഛനെ. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ ഇവിടുന്ന് പോരുതെന്ന്, ബാങ്കിലെങ്കിലും പോരുത്, ഈ റോഡിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളെ വണ്ടി ഇടിക്കും, അതുകൊണ്ട് നിങ്ങൾ പോരുതെന്ന് പറഞ്ഞില്ലേ. ഉടനെ ഈ അച്ഛൻ പറയുകയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ക്യാഷറോട് എന്തുകൊണ്ട് കുഞ്ഞെ വിശേഷം എന്ന് ചോദിക്കും. ഞാൻ മടങ്ങിപ്പോരുമ്പോൾ ഈ വഴിയിലുള്ളവരോടൊക്കെ സംസാരിക്കും. ഈ മൊബൈലിൽ കൂടെ ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയാൽ ആരോട് സംസാരിക്കാനാണ്? ഏതെങ്കിലും മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു ബാങ്കിൻ്റെ കൗണ്ടറിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന രണ്ടുപേരോട് നമ്മൾ സംസാരിക്കും. ഇതാണ് എല്ലാവർക്കും വേണ്ടത്, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് എന്തു പറ്റി? വ്യക്തി ബന്ധങ്ങൾ ഇല്ലാതെയായി. കുടുംബത്തിനകത്ത് പോലും സംസാരമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് സ്ലോ ആകാൻ പഠിക്കുക. യേശു സ്ലോ ആയിട്ട് നടന്നു. കർത്താവ് ശാന്തനായി വളരെ സാവധാനം നടന്നു. ആ നടപ്പാണ് ഇനി നമുക്ക് ആവശ്യം. പ്രിയപ്പെട്ടവരെ, കുതിരയുടെ പുറത്തിരിക്കുന്നവന് ഈക്വലായിട്ട് നടക്കാൻ പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണല്ലോ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ അവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മുറിവേറ്റ് കിടന്നവനെ കണ്ടേച്ചു പോയ രണ്ടുപേരുണ്ട്, ഇല്ലേ? കണ്ടുപോയവർ, മുറിവേറ്റവനെ കണ്ടുപോയവർ രണ്ടുപേര്, എന്നാൽ കൊണ്ടുപോയവൻ ഒരാളേ ഉള്ളൂ. അവനെയും കൊണ്ടുപോയവൻ ഒരുത്തൻ. അവൻ എന്ത് ചെയ്തു? അവന്റെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ഹി വാക്ക്ഡ് അലോങ് വിത്ത് ദ മാൻ. അവൻ ആ പാവപ്പെട്ടവനോടൊപ്പം ഇറങ്ങി എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന് ഇറങ്ങാൻ കഴിയണം, ഒന്ന് സ്ലോ ആകാൻ കഴിയണം, വണ്ടി ഒന്ന് നിർത്താൻ കഴിയണം. അവൻ്റെ കുതിരയെ അവനവിടെ നിർത്തിയത് കൊണ്ടാണ് ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നു. സ്ലോ ആകാൻ പഠിക്കുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഓശാനയ്ക്ക് നമ്മൾ എന്നും പറയുന്നതാണ്, ഈ കർത്താവ് കഴുതപ്പുറത്ത് പോയി, അത് കർത്താവ് വലിയ വിനയം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. കർത്താവ് വിനയത്തിൻ്റെ രാജാവായിരുന്നു, അതുകൊണ്ടാണ് അവൻ കഴുതയെ ഉപയോഗിച്ചത്. ശരിയാണ്, കർത്താവിൻ്റെ വിനയത്തിൻ്റെ താഴ്മയുടെയൊക്കെ ഒരു രൂപകമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കർത്താവ് കഴുതപ്പുറത്ത് കയറിയപ്പോഴും അവൻ എന്ത് ചെയ്തു? കഴുതയുടെ പുറത്ത് ഇരിക്കുന്നവൻ എന്ത് ചെയ്യാണ്? നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് ഈക്വലായിട്ടാണ് പോകുന്നത്. തൊട്ടടുത്ത് ഇരിക്കുന്നവൻ്റെ അത്ര ഉയരത്തിലേ ഉള്ളൂ കർത്താവ്. കഴുതപ്പുറത്ത് ഇരിക്കുന്നവൻ ഒരിക്കലും ഉയർന്ന് നിൽക്കുന്നില്ല. കുതിരയുടെ പുറത്ത് കയറി ഇരിക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത്? ഉയരത്തിൽ നിൽക്കുന്നത്. കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ ഉയരത്തിൽ നിൽക്കുന്നു, കഴുതയുടെ പുറത്തിരിക്കുന്നവൻ താഴെ, ജനങ്ങൾക്കൊപ്പം. അതായിരുന്നു നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഒപ്പം ഉള്ളവരോടൊപ്പം നമുക്കൊന്ന് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ കണ്ണുനീര് കാണാൻ കഴിയുന്നുണ്ടോ? അവരുടെ വേദന ഒന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? യേശു സാവധാനം നടന്നു എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. യേശു സാവധാനം നടന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. യേശുവിനോട് കൂടെ നടക്കുന്നവൻ ഒരു യേശുവായി മാറണം. നമ്മളെ കർത്താവിനെ നോക്കി നടക്കാൻ മാത്രമല്ല വിളിച്ചത്, ഒരു കർത്താവായി മാറാനാണ്. ക്രിസ്ത്യൻ എന്ന് പറയുന്ന വാക്കൊന്ന് പിരിച്ചെഴുതുകയാണെങ്കിൽ ക്രൈസ്റ്റിയൻ എന്നാണ്. അതിനകത്ത് ആദ്യത്തെ വാക്ക് ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്ത്യൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് ആദ്യത്തെ ഭാഗം ക്രൈസ്റ്റ് എന്നാണ്. യു ആർ കോൾഡ് ടു ബി അനദർ ക്രൈസ്റ്റ്. നിന്നെ വിളിച്ചിരിക്കുന്ന മറ്റൊരു ക്രിസ്തു ആകാനാണ്. കേവലം ഒരു ക്രിസ്ത്യാനിയായിട്ട് കാര്യങ്ങൾ സാധിച്ചു പോകാൻ വേണ്ടിയല്ല. നമ്മുടെ പേര് ക്രിസ്ത്യാനിയാണെന്ന് പറയാനോ, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിയുടേതായ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്റ്റാറ്റസ് ഉണ്ടെന്ന് പറയാനോ അല്ല. നിന്നെ വിളിച്ചത് ഒരു ക്രിസ്തു ആകാനാണ്.
നമ്മുടെ അന്തിമ ലക്ഷ്യം എന്താണ്? ഒരു ക്രിസ്തുവായി മാറുക എന്നുള്ളതാണ്. യേശുവിനെ നോക്കണം, പക്ഷേ യേശുവിനെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? ഒരു യേശുവായി മാറണം. പലർക്കും യേശുവായി മാറാൻ വലിയ താല്പര്യമൊന്നുമില്ല. യേശുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ ഇങ്ങ് പൊഴിഞ്ഞു വീഴും. ഈ എന്തോ ഒരു വലിയ അട്ടഹാസമാണെന്നറിയാമോ? ഞാൻ ഇപ്പോഴത്തെ ഈ പുതിയ ന്യൂ ജനറേഷൻ ചർച്ചസിൻ്റെയൊക്കെ ചില മീറ്റിങ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണാറുണ്ട്. അവിടെയൊക്കെ അങ്ങ് അമറുകയാണ് കിടന്ന മനുഷ്യൻ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മീറ്റിങ്ങിൽ കണ്ടു, നിങ്ങളൊക്കെ സിംഹങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും റോർ ചെയ്യണം. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം സിംഹങ്ങളാണ്, യഹൂദയുടെ സിംഹമാണ് നമ്മുടെ കർത്താവ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും സിംഹം അമറുന്നത് പോലെ അമറിക്കൊള്ളാൻ പറയും. കുറേ കിടന്ന് അമറുകയാണ് മനുഷ്യർ. ആരാധന ഇപ്പോഴത്തെ കേട്ടോ, ഇപ്പോഴത്തെ പുതിയ ആരാധനകളാണ്. സിംഹം അലറുന്ന പോലെ അലറുക. യേശുവിൽ നിന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണോ? യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വയറ്റുവേദന മാറിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണോ? അതിനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ്? യു ആർ കോൾഡ് ടു ബി അനദർ ക്രൈസ്റ്റ്. നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? മറ്റൊരു യേശുവായി മാറാനാണ്, മറ്റൊരു ക്രിസ്തുവായി മാറാൻ. അതിൽ കുറഞ്ഞ ടാർഗറ്റ് ഒന്നും നമുക്കില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ലവേർന താഴ്വരയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഫ്രാൻസിസ് ഓഫ് അസീസിക്ക് കർത്താവിൻ്റെ മുറിവുകൾ കിട്ടുകയാണ്, പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിരിക്കുന്നൊരു കൊട്ടേഷൻ: പ്രീച്ച് ദ ഗോസ്പൽ അറ്റ് ഓൾ ടൈംസ്, യൂസ് വേർഡ്സ് ഇഫ് നെസസറി. Preach the gospel all the time, but use the words if necessary. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം മതി വാക്കുകൾ. അല്ലാത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ സുവിശേഷം എന്താണ്? കാണിച്ചു കൊടുക്കാനുള്ളതാണ് നിങ്ങളുടെ സുവിശേഷം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം തുടങ്ങുന്ന എന്ത് പറഞ്ഞാണ്? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും ക്രിസ്തുവിൻ്റെ അനുകാരികളാകണമെന്നല്ല പറഞ്ഞത്. പിന്നെന്താണ്? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. ഇപ്പൊ കർത്താവ് നമ്മുടെ ഇടയിൽ ഭൗതിക പ്രകാരം ഇല്ല, ശരീരപ്രകാരം നമുക്കൊപ്പം ഇല്ല. നമുക്കൊപ്പമുള്ള ചില മനുഷ്യരെ ആരായി കാണണം? യേശുവായി കാണാൻ നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ നമ്മൾ ജീവിച്ചിട്ട് ഒറ്റ മനുഷ്യനെങ്കിലും നമ്മളിലൂടെ കർത്താവിനെ കാണാൻ പറ്റിയോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതം ഇത്രയും നാളും, ഇപ്പൊ 50-70 വയസ്സ് വരെയൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ, നമ്മളിലൂടെ ആരെങ്കിലും ഒരാളെങ്കിലും ക്രിസ്തുവിനെ കണ്ടോ? കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വട്ടപൂജ്യം. വെറുതെ ഇവിടെ വന്നേച്ച് പോയി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അവസാനം ചുമന്നുകൊണ്ട് പോകുന്നവനും പറയട്ടെ, ഇതൊക്കെ എന്തോ ഒരു വലിയ കനമാന്ന് പറയും. യാതൊരു പ്രയോജനവും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ യേശുവിനെ കാണാൻ കഴിയണം. യു ഹാവ് ടു ബിക്കം അനദർ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ. അതാണ് ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ കേവലം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സാധിക്കാനുള്ള എന്തെങ്കിലും പൊട്ടുപോഷത്തരമല്ല. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആവുക, മറ്റൊരു ക്രിസ്തുവായി മാറുക, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയത്തില്ല, പറയുമോ? ചിലർക്ക് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ടതാണോ? ചോദിച്ചിട്ടില്ലേ? ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്. ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ രക്ഷിക്കപ്പെടലൊന്നുമില്ല. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനെ പോലെ ആവുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രഭാത നമസ്കാരത്തിൽ പാടുന്നത്. എന്താണ്? തൻ സാമ്യം നാം പൂണ്ടിടുവാൻ, ബാക്കി എന്തുവാ? നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. ദൈവം മനുഷ്യനായി തീർന്നത്, ഈ യേശുക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ച എന്തിനാണ്? നമ്മുടെ സാമ്യത്തിലേക്ക് അവൻ വന്നത് എന്തിനാണ്? നമ്മുടെ സാമ്യത്തിലേക്ക് അവൻ വന്നത്
നാം അവൻ്റെ സാമ്യത്തിലേക്ക് വളരാനാണ്. അതാ നമ്മൾ പാടുന്നത്. നമ്മൾ ഈ ചൊല്ലിക്കൂട്ട് നോക്കി എന്തുവാന്ന് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. രാവിലെ പ്രഭാത നമസ്കാരത്തിന് ഒന്നിച്ച് കുറേ ചൊല്ലും. ഇതൊക്കെ എന്താ ചൊല്ലിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അറിയണ്ടേ? നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. എന്തിനാണ്? നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. എന്തിന്? നാം അവൻ്റെ സാമ്യത്തിലേക്ക് വളരുവാൻ, ദൈവ സാദൃശ്യത്തിലേക്ക് വളരാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ സാദൃശ്യത്തിലേക്ക് ഇറങ്ങുന്നത്. വിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു എന്ന് വിചാരിക്കാതെ അവൻ ദാസ്യരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാവട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. എന്താണ് യേശു ക്രിസ്തുവിന്റെ ഭാവം? ഇതാണ്, അവൻ മനുഷ്യനായി തീർന്നത് നമ്മെ ദൈവം ആക്കുവാനാണ്. നമുക്ക് അതിൽ കുറഞ്ഞ ടാർഗറ്റ് ഇല്ല കേട്ടോ. രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ല നമ്മൾ ദൈവത്തെ കാണുന്നത്. എല്ലാവരും നോക്കിയിരിക്കുന്ന ഇത്രയും നാളും ജീവിച്ചു, ഇനിയും ഇവിടെ വലിയ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചേച്ച് ഇനി പെട്ടെന്ന് അങ്ങ് അപ്പുറത്ത് പോകണം. എവിടാ? സ്വർഗത്തിലോട്ട്. അതിനുവേണ്ടി ഈ കിടന്ന് തത്രപ്പാടെല്ലാവരും പെടുന്നത്. എങ്ങനെയെങ്കിലും ഇനി അപ്പുറത്തൊന്നും ചെന്ന് പെട്ടണം, സ്വർഗത്തിൽ പോകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്വർഗമൊന്നും ആർക്കും കരുതി വെച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണിത്. അതുകൊണ്ട് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടത്തുകളെ നമുക്ക് നോക്കാം. ഇത്രയും നാൾ നമ്മൾ നടന്നത് എങ്ങനെയുണ്ട്? കർത്താവ് നടന്ന വഴിയിലാണോ? അവൻ സഞ്ചരിച്ച പാതയിലാണോ നമ്മൾ സഞ്ചരിച്ചത് എന്ന് ഓർത്തു നോക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അവനവൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട്, ഒരു ആത്മപരിശോധന നടത്തുവാനായിട്ട് ഈ വാക്യം നമ്മെ ഉദ്യുക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു.